Friends. സ്റ്റെഫിയും റോമക്സും ആദവുമായുള്ള എന്റെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ടിപ്പോൾ 7 വർഷമായി മമ്മി. അത് പിന്നെ മമ്മിക്ക് അറിയില്ലേ? കർത്താവേ, 7 വർഷം. അന്ന് മമ്മി മോനെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അല്ലേ മോൻ എല്ലാവരെയും പരിചയപ്പെടുന്നത്? അതെ മമ്മി, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ഹോ, അവരെ എങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ആരുണ്ടായെന്നെ ഫ്രണ്ട്സായിട്ട്? ചേരേണ്ടതും ചേർക്കേണ്ടതും എല്ലാം കർത്താവിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മോനെ. ശരിയാ മമ്മി, അവർ ശരിക്കും എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ്. എല്ലാവരെയും ഇങ്ങോട്ട് കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ. എല്ലാവരും ഓരോരോ തിരക്കിലായിരുന്നു മമ്മി. എല്ലാവരെയും കാണുമ്പോ മമ്മിയുടെ അന്വേഷണം അറിയിച്ചേക്കണേ. ശരി മമ്മി. ഹലോ, ഞാനാ ആഡം. ഫോണിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് ക്ലിയർ ആകുന്നില്ല. ഫോണിനല്ല, എനിക്കാ കംപ്ലൈന്റ്. നിനക്കെന്തു പറ്റി? പ്രിൻസേ, ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. കർത്താവേ, എന്നിട്ട്? കുറച്ചു മുറിവുകൾ ഉണ്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്തു. ശരി ആദം, ഞാൻ വേഗം വീട്ടിലേക്ക് വരാം. ഏയ്, അതിന് മാത്രമൊന്നുമില്ല പ്രിൻസ്. നീ ഗാർഡനിലേക്ക് വാ, ഞാൻ അവിടെ കാണും. അത് വേണോ ആദം? നീ റെസ്റ്റ് എടുക്ക്. ഇല്ല പ്രിൻസേ, അതൊന്നും സാരമില്ല. നീ വേഗം ഗാർഡനിലേക്ക് വാ. അവര് വരുമോ? ആ, ഞാൻ സ്റ്റെഫിയെ വിളിച്ച കാര്യം പറഞ്ഞു. റോമക്സിനെ വിളിച്ചിട്ടാണെ കിട്ടിയില്ല. ശരി ശരി, ഞാനെന്നാൽ ഗാർഡനിലേക്ക് വരാം. മമ്മി, ആദത്തിനെന്തോ ആക്സിഡന്റ്. ഞാൻ അവിടം വരെ പോയിട്ട് വരാം. കർത്താവേ, എന്തു പറ്റി? അധികം സീരിയസ് ആണോ? അല്ല മമ്മി, ഇപ്പോൾ വിളിച്ചിട്ട് ഗാർഡനിൽ വെച്ച് കാണാമെന്നാ പറഞ്ഞാ വച്ചത്. അപ്പോൾ അത്ര സീരിയസ് ആയിരിക്കില്ല. ഞാനെന്നാൽ പോയിട്ട് വരാം മമ്മി. ശരി മോനെ. സത്യമാണ് സ്റ്റെഫി പറയുന്നത്? അതെ റോമിക്സ്, ആദം തന്നെയാ ഇക്കാര്യം വിളിച്ചു പറഞ്ഞത്. നമുക്കെന്നാ അങ്ങോട്ട് പോയാലോ? പരിക്കത്ര ഗുരുതരൊന്നുമല്ല റോമിക്സ്. നമ്മൾ ഗാർഡനിലേക്ക് വരാനാവൻ പറഞ്ഞത്. ഈ പരിക്കും വെച്ച് ഗാർഡനിലേക്കോ? ഒരു പക്ഷേ അത്രയ്ക്കുള്ള പരിക്കേ ഉണ്ടായിരിക്കും റോമിക്സ്. എങ്കിൽ ശരി, ഗാർഡനിൽ വെച്ച് കാണാം. ഓക്കെ റോമിക്സ്. മോളെ, എന്താ അമ്മച്ചി? മോൻ ധൃതിയില് എവിടെയോ പോകുന്നത് കണ്ടല്ലോ. അയ്യോ അമ്മച്ചി, പറയാൻ മറന്നു. നമ്മുടെ ആദത്തിനെന്തോ ആക്സിഡന്റ് പറ്റി. കർത്താവേ. ഇല്ല അമ്മച്ചി, പരിക്ക് അത്ര സാരമുള്ളതൊന്നുമല്ല. ആദം ഗാർഡനിൽ വരുമെന്ന് പറഞ്ഞതനുസരിച്ച് അവനെ കാണാനാ പ്രിൻസുമോൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത്. ഇവരുടെ കൂട്ടത്തില് ആദത്തിനാ ഒട്ടും ശ്രദ്ധയില്ലാത്തത്. ശരിയാ മമ്മി, സൈക്കിൾ ചവിട്ടുമ്പോഴാണേൽ ഓവർ സ്പീഡും. അതെ അതെ, ഞാൻ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. ആ, മോൻ പോയിട്ട് വരുമ്പോ ബാക്കി കാര്യങ്ങൾ അറിയാം. എല്ലാവരെയും കർത്താവ് കാക്കട്ടെ.
നിനക്കിപ്പോ എങ്ങനെയുണ്ട്? വേദന അധികമുണ്ടോ? ശരിക്കും എന്താ സംഭവിച്ചത്? അല്ല, ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. നീ എന്തിനാ ചിരിക്കുന്നത്? നീ ഞങ്ങളെ പറ്റിച്ചതല്ലേ? പിന്നല്ലാതെ. ആദം, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ. ആദം, ദിസ് ഈസ് ടു മച്ച്. ഞാനിത് പറഞ്ഞപ്പോൾ മമ്മി എത്ര ടെൻഷൻ അടിച്ചെന്നറിയാമോ? വീട്ടിലെ 1000 ജോലി ബാക്കി വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എല്ലാവരും എത്ര ടെൻഷൻ അടിച്ചു. ഇതൊക്കെ ഈ ആടത്തിന്റെ ഒരു നമ്പർ അല്ലേ? അല്പം കടന്നുപോയി ആദം. എന്തെല്ലാം ജോലികൾ മാറ്റി എത്ര ടെൻഷൻ അടിച്ചാ ഞങ്ങൾ വന്നതെന്ന് അറിയാമോ? ഇത്ര നിസ്സാര കാര്യത്തിന് ഇത്രക്ക് ടെൻഷൻ അടിക്കണോ? നിങ്ങളൊക്കെ ഇത്രക്കേ ഉള്ളോ? ഇവൻ എല്ലാരെയും കളിയാക്കുമായിരുന്നോ? അതൊക്കെ വിട്. ഇനി എന്താ നമ്മുടെ പ്രോഗ്രാം? എനിക്കൊരു താല്പര്യവുമില്ല ഇവിടെ ഇരിക്കാൻ. അതെ, നീ ചെയ്തത് ചീറ്റിംഗാ. വരൂ ഫ്രണ്ട്സ്, നമുക്ക് പോകാം. അയ്യോ പെണങ്ങല്ലേ, ഞാനൊരു തമാശയ്ക്ക് ഒപ്പിച്ച പണിയല്ലേ. നീ ഇനി ഒന്നും പറയണ്ട. ഞങ്ങളെ നീ മെനക്കെടുത്തിയതിൽ പരാതിയില്ല. പക്ഷേ വിശ്വാസവഞ്ചന അത് അംഗീകരിക്കാൻ പറ്റില്ല. അതെ, നമുക്കിറങ്ങാം ഫ്രണ്ട്സ്. മോൻ ഇത്ര വേഗം വന്നോ? ആദത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മമ്മി. എന്തു പറ്റി മോനെ? അവൻ എല്ലാവരെയും പറ്റിച്ചതാ മമ്മി. പറ്റിച്ചെന്നോ? അതെ മമ്മി, അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ ഞങ്ങളെ പറ്റിക്കാൻ പറഞ്ഞായിരുന്നു. പോട്ടെ മോനെ, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. കർത്താവിന് നന്ദി പറയാം. ഞാൻ ആദത്തിന്റെ മമ്മിയെ വിളിക്കാൻ പോവുകയായിരുന്നു. വിളിക്കാത്തത് നന്നായി. സോറി മമ്മി. അതിന് മോനെന്തിനാ സോറി പറയുന്നേ? ഇതൊക്കെ ഒരു തമാശയായി കണ്ടാ പോരെ? ഞാൻ ചെന്ന് ഗ്രാൻഡ്മയോട് ഇക്കാര്യം ഒന്ന് പറയട്ടെ. അത് കേട്ടപ്പോ മുതൽ ഗ്രാൻഡ്മ ആകെ ടെൻഷനിലാ. കണ്ടോണം, ഞാൻ ഇനി അവനുമായി ഒരു കൂട്ടുമില്ല. പോട്ടെ മോനെ, സാരില്ലെന്നേ. അച്ചായ, കുറച്ചു മുമ്പ് ആദം നടന്നു പോകുന്നത് കണ്ടു. അവൻ ഒത്തിരി മുറിവുകളോ മറ്റോ ഉണ്ടായിരുന്നോ തോമസേ? അവനൊരു കുഴപ്പമില്ലാതാണല്ലോ അച്ചായ നടന്നു പോയത്. അപ്പോൾ ആക്സിഡന്റ് പറ്റിയെന്ന് പ്രിൻസ് മോൻ പറഞ്ഞതോ? ഏയ് ഇല്ല ചായ, ആദത്തിന് ഒരു കുഴപ്പമില്ല. ഓ, കർത്താവ് കാത്തു. വീട്ടിലെല്ലാവരും വലിയ ടെൻഷനിലായിരുന്നു. എന്നാൽ ഈ കാര്യം വീട്ടിലൊന്ന് വിളിച്ചു പറഞ്ഞേക്കാ ചായ. ശരിയാ, വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമെന്താ? ആദത്തിന്റെ സ്വഭാവം അനുസരിച്ച് എല്ലാവരെയും പറ്റിക്കാൻ ഇത് അവൻ തന്നെ പറ്റിച്ച പണിയായിരിക്കും. ഏതായാലും ഇതല്പം കടന്നുപോയി. അതെ, എന്നാലും ഇവൻ എങ്ങനെ തോന്നി നമ്മളെ അതും ഇക്കാര്യം പറഞ്ഞു പറ്റിക്കാൻ?
മമ്മിയും ഗ്രാൻഡ്മയും ടെൻഷൻ അടിച്ചതിന് കയ്യും കണക്കൂല. ഇവൻ ഈ ചെയ്ത വിശ്വാസവഞ്ചനയ്ക്ക് ഇവൻ അനുഭവിച്ചേ തീരൂ. കുറച്ചു നാളത്തേക്ക് അവനെ ഒന്നിനും കൂട്ടണ്ട എന്ന എന്റെ ഒരു അഭിപ്രായം. അതെ, അത് തന്നെയാ വേണ്ടത്. അവൻ ചെയ്ത കാര്യത്തിന് അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഒരു പക്ഷേയുമില്ല പ്രിൻസേ, നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. നമ്മളെ കുറെ ടെൻഷൻ അടിപ്പിച്ചതല്ലേ, ഇനി അവനും കുറെ ടെൻഷൻ അടിക്കട്ടെ. അതെ, ആ സുഖം അവനൂടെ ഒന്ന് അറിയട്ടെ. അപ്പോൾ ഇനി കുറെ നാളത്തേക്ക് ആദമുമായി നോ കോണ്ടാക്ട്. ഞങ്ങളിനി ആദവുമായിട്ട് ഒരു കൂട്ടും വേണ്ടെന്ന് തീരുമാനിച്ചു മമ്മി. അയ്യോ, അതെന്താ? ഇത് അവനുള്ളൊരു പണിഷ്മെന്റ് ആണ്. ഇനി മേലാൽ അവൻ ആരോടും ഇങ്ങനെ ചെയ്യരുത്. ഓ, അവൻ പാവല്ലേ മോനെ. എന്നിട്ടാണോ മമ്മി അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ നിമിഷം വരെ അവൻ ആരോടും ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല. ഇതവന്റെ ഒരു കുസൃതിയായി കണ്ടുകൂടെ? നിങ്ങളല്ലാതെ അവന് വേറെ ആരാ ഉള്ളത്? പക്ഷെ മമ്മി, കർത്താവ് നമ്മെ എല്ലാവരോടും ക്ഷമിക്കാനല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? അത് ശരിയാ മമ്മി. പക്ഷെ സ്റ്റെഫിയും റോമക്സും അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് മോനല്ലേ? ക്ഷമിക്ക അല്ലേ മമ്മി? അതെ മോനെ, അതാണ് അതിന്റെ ശരി. ഹലോ, അച്ചായ തോമസാ? ആ പറയൂ തോമസേ. അറം പറ്റിയ പോലെ ആയല്ലോ അച്ചായ. ആദത്തിന് ചെറിയൊരു ആക്സിഡന്റ്. കർത്താവേ. സൈക്കിളിൽ നിന്ന് വീണതാ. എന്നിട്ട് എല്ലാവരും കൂടെ എടുത്ത് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ശരി തോമസേ, ഞാനെന്നാൽ അങ്ങോട്ടേക്ക് വേഗം വരാം. ശരി അച്ചായ. ശരിക്കും അതാ മമ്മി സംഭവിച്ചത്. മോനെ, ആദം ഹോസ്പിറ്റലിലാണ്. ചെറിയൊരു അപകടം. ഏ? അവൻ വീണ്ടും കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഗ്രാൻഡ്പാ. അല്ല മോനെ, ഇത് സത്യമാ. തോമസാ വിളിച്ചു പറഞ്ഞത്. കർത്താവേ, സത്യമാണോ ഗ്രാൻഡ്പാ? അതെ മോനെ. ആദം, കണ്ണു തുറക്ക്. ആദം, വേണ്ട, അവന് ഉറങ്ങിക്കോട്ടെ. വീഴ്ചയില് നന്നായി പേടിച്ചെന്നാ ഡോക്ടർ പറഞ്ഞത്. ഏതായാലും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അതെ, അതോർത്ത് സമാധാനിക്കാം. ഒരുപക്ഷേ നാളെ തന്നെ ഡിസ്ചാർജ് ആയേക്കും. അതിനുള്ള പരിക്കൊക്കെ ഉള്ളൂ. ആദത്തിന്റെ വീട്ടിൽ നിന്നും ആരും വന്നില്ലേ ഗ്രാൻഡ്പാ? അവന്റെ മമ്മി ഇവിടെ ഉണ്ടായിരുന്നു. മരുന്നോ മറ്റോ വാങ്ങാൻ പുറത്തേക്ക് പോയതാ. മമ്മിയും കൂടെ കണ്ടിട്ട് നമുക്കിറങ്ങാം അല്ലേ പ്രിൻസേ? അതെ. സ്റ്റെഫി പറഞ്ഞതുപോലെ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. കർത്താവിന് നന്ദി. ആദ്യത്തെ എപ്പോഴാ
ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് അറിയാമോ പ്രിൻസേ? അറിയില്ല റോമക്സേ. ആ പിന്നെ ഗ്രാൻഡ്പ രാവിലെ കാറുമായി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ദേ അവരല്ലേ ആ വരുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഓർത്തു നിങ്ങൾ എന്റെ കൂടെ ഒരിക്കലും കൂട്ടുകൂടില്ലെന്ന്. നല്ല കാര്യമായി. ഞങ്ങൾക്കതിന് പറ്റുമോ? നീ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അങ്ങനെയാ കണ്ടിരിക്കുന്നത്? ഈ ആദം പറയുന്നതൊക്കെ കേട്ടോ ഗ്രാൻഡ്പാ? നിങ്ങളുടെ ഈ സൗഹൃദം കണ്ടപ്പോൾ എനിക്ക് ധാമിന്റെയും പിത്തിയാസിന്റെയും കഥയാണ് ഓർമ്മ വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കൂ, ഞാനത് പറയാം. നിങ്ങളും ശ്രദ്ധിക്കൂ കേട്ടോ. മൂവായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥ. ധാമിന്റെയും പിത്തിയാസിന്റെയും സൗഹൃദത്തിന്റെ ആഴം വിളിച്ചോതുന്ന ഈ കഥ നടക്കുന്നത് ഗ്രീസിലാണ്. അക്കാലത്ത് ഗ്രീക്ക് ഭരിച്ചിരുന്നത് സ്വേച്ഛാധിപതിയായിരുന്ന ഡൈനീഷ്യസ് ആയിരുന്നു. ഒരിക്കൽ ഡൈനീഷ്യസിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന കുറ്റത്തിന് പിത്തിയാസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് ഒരു എളിയ അപേക്ഷ പിത്തിയാസിനുണ്ടായിരുന്നു. തന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും കാണണമെന്ന്. പിത്തിയാസ് തിരിച്ചു വരുന്നതുവരെ താൻ ജാമ്യം നിന്നോളാമെന്ന് അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായ ദമാൻ ഉറപ്പു നൽകി. അങ്ങനെ പിത്തിയാസിന് പോകുവാൻ അനുവാദം കിട്ടി. നിശ്ചിത ദിവസം വന്നെത്തി. പിത്തിയാസ് വന്നെത്തിയിട്ടില്ല. തന്റെ സ്നേഹിതൻ തന്നെ വഞ്ചിച്ചെന്ന് വിശ്വസിക്കുവാൻ പോലും ദമാൻ തയ്യാറായില്ല. ഏതെങ്കിലും കാരണത്താൽ അയാൾ താമസിച്ചു പോയതായിരിക്കുമെന്ന് പറഞ്ഞ് അയാൾ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചു. അവസാന നിമിഷത്തിലും പിത്തിയാസിനെ കാണാഞ്ഞ് തൂക്കുമരത്തിലേറാൻ തയ്യാറായി ധാമൻ നിന്നു. പെട്ടെന്ന് അതാ വരുന്നു, ഓടി വിയർത്തൊലിച്ച് പിത്തിയാസ്. സ്നേഹിതന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്റെ വിധി ഏറ്റുവാങ്ങാൻ അയാൾ തയ്യാറായി. ഈ വസ്തുത ഡൈനീഷ്യസ് ശ്രദ്ധിച്ചു. ആ രണ്ടുപേരുടെയും സുഹൃദ്ബന്ധം മനസ്സിലാക്കി ആശ്ചര്യപ്പെട്ട രാജാവ് ഇരുവരെയും മോചിപ്പിക്കുവാൻ കൽപ്പന കൊടുത്തു.
ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെയും സൗഹൃദം. ശരിക്കും പറഞ്ഞാൽ ആപത്തുകൾ മനുഷ്യബന്ധത്തിന്റെ അളവുകോലാണ്. ആ സമയത്താണ് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും നമ്മെ ഒറ്റപ്പെടുത്തുന്നവരെയും ദൈവം കാട്ടിത്തരുന്നത്. ഒരർത്ഥത്തിൽ നല്ല സൗഹൃദങ്ങളും ദൈവത്തിന്റെ വരദാനമാണ്.